Welcome to Complementary Physics, lecture number 39, semester 3. Lecture number 39, RMS value of AC. RMS value of AC and other definitions. BSc Complementary Physics, semester 3. And this is the first question. What are peak value, mean value and RMS value of AC? Explain. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എ സി ആരംഭിച്ചതാണ്, കറണ്ട് ഇലക്ട്രിസിറ്റി എ സി ആരംഭിച്ചതാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന ആദ്യ ഒരു 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 ലെക്ചർ നമ്മൾ കണ്ടതാണ്. രണ്ടാമത്തത് ആരംഭിക്കുന്നത് വാട്ട് ആർ പീക്ക് വാല്യൂ, മീൻ വാല്യൂ ആൻഡ് ആർഎംഎസ് വാല്യൂ ഓഫ് എ സി. എക്സ്പ്ലെയിൻ. 1. Peak value. It is the maximum value of AC EMF. It is given by the equation E0 is NB omega. അതായത് കോയിൽ റൊട്ടേറ്റിങ്ങിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. എ സി ജനറേറ്ററിനകത്ത് നമ്മൾ E0 sin omega t എന്നുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചതാണ്. E0 വാല്യൂ അതിനെ വിളിക്കുന്ന പേര് പീക്ക് വാല്യൂ. അത് NB ഒമേഗയാണ്. എന്നു പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി കോയിൽ, ബി ഫ്ലക്സ് ഡെൻസിറ്റി, എ ഏരിയ ഓഫ് ദി പ്ലെയിൻ ഓഫ് ദി കോയിൽ ആൻഡ് ഒമേഗ ഈസ് ദി ആംഗുലാർ ഫ്രീക്വൻസി. Peak value is the maximum value of AC EMF. It is given by the expression E0 is NB omega, where N is the number of turns of the rotating coil, B is the flux density of the magnetic field in which the coil is rotated, A is the area of the plane of the coil, and omega is the angular velocity, or it is also called angular frequency. This is the equation. It's the maximum value of alternating EMF. Now comes another definition, mean value of AC. Mean value is also known as average value. Mean value for a full cycle is 0. So mean value is always calculated for half cycle of AC. It is found that mean value of alternating EMF, E mean is equal to 0.64 E0. 0.64 times the peak value of alternating EMF. രണ്ടാമത്തെ ഡെഫിനിഷനാണ് മീൻ വാല്യൂ ഓഫ് എ സി. മീൻ വാല്യൂവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂ എപ്പോഴും എ സിക്ക് കണക്ക് കൂട്ടുന്നത് ഹാഫ് സൈക്കിളിനാണ്. കാരണം ഫുൾ സൈക്കിളിന് ഇത് കണക്ക് കൂട്ടിയാൽ 0 കാരണം നമുക്കറിയാമല്ലോ, ഒരു ഫുൾ സൈക്കിള് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും കൂടി ചേർന്നതാണ്. എ സിയുടെ ആ സൈൻ കർവ് നോക്കുക, പോസിറ്റീവ് പീക്കുണ്ട്, നെഗറ്റീവ് പീക്കുണ്ട്. അപ്പോൾ ഫുൾ സൈക്കിളിന് നമ്മൾ സമ്മെടുത്താൽ 0 അതുകൊണ്ട് ആവറേജ് 0 അതുകൊണ്ട് ഈ മീൻ വാല്യൂ എപ്പോഴും ഹാഫ് സൈക്കിളിനാണ് കണക്ക് കൂട്ടുന്നത്. മീൻ വാല്യൂ ഈസ് ഓൾവേസ് കാൽക്കുലേറ്റഡ് ഫോർ ഹാഫ് സൈക്കിൾ. ആ മീൻ വാല്യൂ ഓഫ് എ സി ഈസ് 0.64 E0. അപ്പോൾ 0.64 E0 എന്നുള്ളതാണ് ഈ മീൻ വാല്യൂവിൻ്റെ ഉത്തരം. കറണ്ടാണെങ്കിൽ പറയും ഐ മീൻ ഈസ് ഈക്വൽ ടു 0.64 I0. നമുക്ക് എ സിയെ വോൾട്ടേജ് ടേമിലും എക്സ്പ്രസ് ചെയ്യാം, അതുപോലെ കറണ്ട് ടേമിലും എക്സ്പ്രസ് ചെയ്യാം. അടുത്ത ഡെഫിനിഷനാണ് ആർ എം എസ് വാല്യൂ ഓഫ് എ സി. ആർ എം എസ് എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റൂട്ട് ഓഫ് ദി മീൻ ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി ഇൻസ്റ്റന്റേനിയസ് വാല്യൂസ് ഓഫ് എ സി ടേക്കൺ ഫോർ ഫുൾ സൈക്കിൾ or half cycle. Full cycle or half cycle. It can be proved that ERMS is equal to 0.707 E0. അപ്പോൾ ആർ എം എസ് വാല്യൂ എന്ന് പറഞ്ഞാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. ഇത് ഫുൾ സൈക്കിളിനോ ഹാഫ് സൈക്കിളിനോ കണക്ക് കൂട്ടാം. കാരണം ഈ മീൻ സ്ക്വയർ കാണുമ്പോൾ ഈ നെഗറ്റീവ് വാല്യൂ എല്ലാം പോസിറ്റീവായി പോകും. അതുകൊണ്ട് പിന്നെ ക്യാൻസൽ ചെയ്യുന്ന രീതിയില്ല. അപ്പോൾ ഈ ആർ എം എസ് വാല്യൂ ഹാഫ് സൈക്കിളിനോ ഫുൾ സൈക്കിളിനോ കണക്ക് കൂട്ടാം. നമ്മൾ കണക്ക് കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം ERMS is equal to 0.707 E0 എന്ന് കിട്ടും. അതായത് ആവറേജ് വാല്യൂ മീൻ വാല്യൂവിനേക്കാൾ അല്പം കൂടുതലാണ് ഈ ആർ എം എസ് വാല്യൂ. ആർ എം എസ് വാല്യൂ ഇ ബാർ എന്ന് എഴുതാം, ERMS എഴുതാം, അല്ലെങ്കിൽ ഈ വെർച്വൽ എന്ന് പറയും. അത് 0.707 E0 ആണ്. പി ക്യു വാല്യൂവിൻ്റെ 0.707 ടൈംസ് ആണ്. അപ്പം അതിൻ്റെ ഡെറിവേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡെറിവേഷൻ നമുക്ക് തീറ്റയിൽ ചെയ്യാം, അല്ലെങ്കിൽ ടൈമിൽ ചെയ്യാം. ഇവിടെ ടൈമിലാണ് നമ്മൾ ചെയ്യുന്നത്. മീൻ വാല്യൂ ഓഫ് എ സി ആണ് ആദ്യം ഡെറിവേഷൻ. മീൻ വാല്യൂ ഓഫ് എ സി. മീൻ വാല്യൂ ഓഫ് എ സി ഈസ് ആവറേജ് വാല്യൂ ബൈ ഡെഫിനിഷൻ E average or E mean. You write one as E mean. Both are written as E average. E average or E mean is integral 0 to T by 2 E dt by T by 2.
ഇതാണ് ഡെഫിനിഷൻ. അതായത് ഒരു സൈക്കിളിന്, ഒരു ഹാഫ് സൈക്കിളിന് നമ്മൾ സം എടുക്കണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഹാഫ് സൈക്കിളിൻ്റെ ടൈമായ T/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇ മീൻ ഓർ ഇ ആവറേജ് ഈസിക്കൽ ഇൻറ്റഗ്രൽ 0 to T/2 e dt by T/2. That is E mean. E mean is again written by T/2 we can write as into 2/t. 2/t integral 0 to T/2 e dt. Put the value of E. That is E mean is equal to 2/t integral 0 to T/2 E0 sin omega t. This is because E is equal to E0 sin omega t. That is 2/t E0. E0 is taken out of the integral sign and sin omega t dt is integrated. We get 1 by omega minus cos omega t from 0 to T/2. You put to the limits. On putting limits, we get minus sign is taken out. Minus 2 E0 by t, then omega. Omega is 2 pi by t. So 1 by omega is T/2 pi. Cos omega t minus sign is taken out. Cos omega t from 0 to T/2. And you look. The limit is put. So E average is equal to, or E mean is equal to minus E0 by pi cos omega into T/2 minus cos 0 degree is equal to minus E0 by pi cos, put the value of omega. Omega is 2 pi by t into T/2 minus cos 0. Here t and t cancels, 2 cancels. We get to minus E0 by pi cos pi minus cos 0. And you know cos pi is minus 1. So we put to minus 1 is equal to, therefore E mean is equal to minus E0 by pi minus 1 minus 1. Cos 0 is 1. 2 minus 1 are coming inside the bracket. Minus into minus 1 minus 1 minus 2. Minus 2 into minus E0 plus 2 E0 by pi. So E mean is equal to 2 E0 by pi. And this 2 by pi is 0.64. So E mean is equal to 0.64 E0. This is a voltage. Voltage we can also write as a V. V mean is equal to 0.64 V0. In that manner we can write. If we write this expression in terms of current I, we write I mean is equal to 0.64 I0. I mean is 0.64 I0 or 2 I0 by pi. The value 2 by pi on division we get 0.64. Now comes the derivation of RMS value of AC. I told you RMS value can be calculated for full cycle or half cycle. Here it is calculated for a full cycle. The definition is written as an equation here, ERMS or E bar. Root of the mean of the squares of the values. That is, initially we write instantaneous value E, we square it, then we integrate it, then we find mean by dividing it by t, and finally root. So we can write this expression as root of the average by t, square root of the average of the squares, E square sum, integral 0 to t, E square dt is the sum of the square values. And that is divided by t to find average. Then root is taken, that is root means square. Or when we write the definition in the form of an expression, we get E bar, ERMS is equal to root of the square root of integral 0 to t E square dt by t. അപ്പോൾ ഡെഫിനിഷൻ പ്രകാരം RMS വാല്യൂ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം. ആ റൂട്ട് നമ്മൾ കീഴ്പോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം, ടിക്കും ബാധകമാണ്. അതിൽ നിന്ന് ആ റൂട്ടിനകത്തുള്ള ടേം മാത്രം എടുത്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ കുറച്ച് എഴുതിയാൽ മതി, ഒരു അവസാനം കൊടുത്താൽ മതി. ഈ ഡെഫിനിഷൻ നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് പറഞ്ഞിട്ട് ആ റൂട്ടിനകത്തുള്ള ടേം എടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യണം. വി ടേക്ക് ദി ടേം ഇൻസൈഡ് ദ റൂട്ട്, ദ ന്യൂമറേറ്റർ ടേം, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ
0 to t e square dt. That we put as I. I means integral. That integral we are going to calculate. That is integral I is equal to integral 0 to t e sin omega t dt. E sin omega t square. E sin omega t square. There is a square. Square is missing here. You have to put a square. E0 sin omega t whole square. That 2 is missing. You write it. Integral 0 to t is E0 sin omega t square dt. E0 square is taken out. Then integral 0 to t sin square. It is sin square, not sin 2, sin square omega t. ആ 2 അല്പം കൂടി പൊക്കി എഴുതണം കേട്ടോ. സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി. ഈ സൈൻ സ്ക്വയർ എക്സ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹാഫ് ഓഫ് 1 മൈനസ് കോസ് ടു എക്സ് എഴുതാറുണ്ട്. അതേപോലെ ഇവിടെ സൈൻ സ്ക്വയർ ഒമേഗ ടി ആണ്. ഈ എക്സിൻ്റെ സ്ഥാനത്ത് വരുന്ന ഒമേഗ ടി ആണ്. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നമ്മൾ ഹാഫ് ഓഫ് 1 മൈനസ് കോസ് ടു ഒമേഗ ടി എന്ന് എഴുതണം. ഇവിടെ കോസ് ടു ആണ് കേട്ടോ. മുകളിൽ സൈൻ സ്ക്വയർ ആണ്, താഴെ 1 മൈനസ് കോസ് ടു ഒമേഗ ടി ആണ്. ഈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ഹാഫ് ഓഫ് 1 മൈനസ് കോസ് ടു എക്സ് എഴുതാമല്ലോ. ഈ കോസ് ടു ഒമേഗ ടി കിട്ടിയാൽ അത് നമ്മളൊരു സൈക്കിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. ഒരു സൈക്കിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ 0 എന്ന് കിട്ടും. ദ കോസ് ടു ഒമേഗ ടി ടേം ഓൺ ഇൻറ്റഗ്രേഷൻ ബിക്കംസ് 0. ദാറ്റ് യു ക്യാൻ സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ്. Here it is not required. You write simply the value of this integral. That is integral 0 to t cos to omega t dt is 0. So we get ERMS is equal to E0 square integral 0 to t half the 1 minus 0 integral 0 to half into 1 minus cos to omega t dt. The cos term in the integral is 0. So we write I is equal to E0 square half t. Integral half 1 dt is half t from 0 to t. That is E0 square half t. When we put the value of t, t minus 0 is t. So that is the integral calculated. This calculated integral I, we put in equation number 1. You look at the equation number 1. This is the equation number 1. That we put inside that root sign. So we get I is equal to E bar, ERMS is equal to root of E0 square by 2t by t. T and t will cancel. We get answer E bar is E0 by root 2. That is the RMS value of AC. And 1 by root 2 is 0.707. So we write ERMS or E bar equal to 0.707 E0. This is the RMS value of AC. If we write the RMS current, the equation becomes I bar is equal to 0.707 I0. So the question can be asked like this. Derive expression for RMS value, derive expression for mean value, etc. And you remember, E mean is 0.64 E0. ERMS is 0.707 E0. That is, ERMS is greater than E mean. ERMS is greater than E mean. നമ്മൾ കണ്ടത് E mean എന്നുള്ളത് 0.64 E0. ERMS എന്നുള്ളത് 0.707 E0. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ഈ ബാറ് ഈ മീനേക്കാൾ വലുതാണ് എന്ന് മനസ്സിലാക്കും. ഇനി 1-2 ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിളാണ്, ഷോർട്ട് ആൻസറായിട്ടൊക്കെ ചോദിക്കുന്നതാണ്. An AC supply to a house is labeled as 220 volt 50 Hz. What does it mean? ഒരു വീട്ടിലേക്കുള്ള AC യെ നമ്മൾ 220 volt 50 Hz എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? It means that the RMS value of the varying voltage resulting in the AC is 220 volt and that the frequency is 50 Hz. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അർത്ഥം വീട്ടിലേക്കുള്ള ആ വോൾട്ടേജ് 220 വോൾട്ട് RMS ആണെന്ന് അർത്ഥം. അപ്പോൾ RMS വാല്യൂ പറയുമ്പോൾ പ്രത്യേകം RMS പറയത്തില്ല. ഏതെങ്കിലും ഒരു AC വോൾട്ടേജ് ഇതേപോലെ തരികയാണെങ്കിൽ അത് RMS ആയിട്ട് വിചാരിച്ചു കൊള്ളണം. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പീക്ക് വാല്യൂ മീൻ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക. വെറുതെ ഒരു വോൾട്ടേജ് തന്നു കഴിഞ്ഞാൽ അത് AC-യിൽ RMS വോൾട്ടേജ് ആയിട്ടാണ് എടുക്കാറുള്ളത്. അതാണ് അർത്ഥം. ഇറ്റ് മീൻസ് ദാറ്റ് ദ RMS വാല്യൂ ഓഫ് ദി വോൾട്ടേജ്
varying voltage resulting in the AC is 220 volt and that the frequency is 50 hertz. Next question. That is the simple problem. A 100 ohm resistor is connected to 220 volt 50 hertz main. What are the peak value, mean value and RMS value of the AC? So here, as we know, ERMS is 220 volt, but ERMS is equal to 0.707 E0, therefore E0 peak value. ERMS by 0.707, that is 220 by 0.707, that is 311 volt. E mean 0.64 E0, that is 0.64 into 0.311 is equal to 198 volt. RMS current, IRMS, ERMS by R is 100 ohm, therefore 220 by 100, 2.2 ampere. Mean current, I mean, E mean by R, that is 198 by 100, 1.98 ampere. Peak current I0, E0 by R, that is 311 by 100 is equal to 3.11 ampere. That is the answer. Next question, what is the instantaneous value of AC voltage of 220 volt and 50 hertz? അപ്പോൾ 220 വോൾട്ട് 50 ഹെർട്സ് ഒരു AC തന്നാൽ അതിന് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് വി റൈറ്റ് ആസ് E0 sin omega t. E0 is equal to ERMS by 0.707, that is 220 by 0.707, 311 volt. Omega is 2 pi f. 2 into 3.14 into 50, 314. So, the instantaneous AC voltage can be written as, therefore, correct the spelling, therefore E is equal to 311 sin omega 314 t. That's the AC instantaneous value representation. Then comes another important term in AC. Explain phase lag. Explain phase lag and phase lead in AC. When AC flows through a circuit, the current and voltage need not attain their maximum value at the same instant. If they do so, the current and voltage are said to be in phase. This is true for circuit containing resistance only. അതായത് AC ഒരു സർക്യൂട്ടിനകത്ത് പോകുമ്പോൾ അതിനകത്ത് നമുക്ക് വോൾട്ടേജ് വളക്കാം, കറണ്ട് വളക്കാം. രണ്ടും ഒരുമിച്ച് വരികയാൽ, രണ്ടും ഒപ്പം മാക്സിമം എത്തിയാൽ, കറണ്ടും വോൾട്ടേജും സർക്യൂട്ടിൽ ഒപ്പം മാക്സിമം എത്തിയാൽ അവിടെ കറണ്ടും വോൾട്ടേജും തമ്മിൽ ഫേസ് ലാഗോ ഫേസ് ലീഡോ ഇല്ലെന്ന് പറയും. അവ രണ്ടും ഒരേ ഫേസിലാണെന്ന് പറയും. റെസിസ്റ്റീവ് സർക്യൂട്ടിൽ റെസിസ്റ്റൻസിനകത്ത് എപ്പോഴും കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിലാണ്. ഫേസ് ലാഗുമില്ല, ലീഡുമില്ല. എന്നാൽ കപ്പാസിറ്റി ഇൻഡക്റ്റൻസ് പോലെ സർക്യൂട്ട് നോക്കുക. In the case of circuit containing inductance cell and capacitance C, the current and voltage need not be in phase. അപ്പോൾ റെസിസ്റ്റൻസ് മാറി ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും വരികയാണെങ്കിൽ അവിടെ വോൾട്ടേജും കറണ്ട് ഫേസിലാകണമെന്നില്ല. If current reaches maximum first, then current is said to lead the voltage. കറണ്ട് ആദ്യം മാക്സിമം വന്നാൽ കറണ്ട് വോൾട്ടേജ് ലീഡ് ചെയ്യുമെന്ന് പറയും. If voltage reaches maximum first, that is current maximum, current becomes maximum second. If voltage reaches maximum first, then current is said to lag behind the voltage. That is the meaning. ആദ്യം current maximum വന്നാൽ there is space lead for current. ആദ്യം വോൾട്ടേജ് മാക്സിമം വന്നാൽ there is space lag for current. ഈ ഇൻഡക്റ്റൻസിൽ എപ്പോഴും ഫേസ് ലാഗാണ്, കപ്പാസിറ്റിയിൽ എപ്പോഴും ഫേസ് ലീഡാണ്. അത് നമ്മൾ പറയുമല്ലോ, ഇൻഡക്റ്റൻസിനകത്ത് എപ്പോഴും ഫേസ് ലാഗാണ് കറണ്ടിന്, കപ്പാസിറ്റിയിൽ എപ്പോഴും ഫേസ് ലീഡാണ് കറണ്ടിന്. അത് നമ്മൾ പുറകെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വിശദമായിട്ട്. And that is all with your 39th lecture on complementary physics. Thank you very much.